അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് വൻപയർ വെള്ളത്തിൽ കുതിർക്കാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് പയറിന് മുകളിൽ വരത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പൂടിട്ട് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം. അപ്പോൾ ചേനയും വൻപയറും കൂടി ഇട്ടുള്ള എരിശ്ശേരിയാണ്. അപ്പോൾ അതിനായിട്ട് ചേന വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് ആവശ്യമായ അരപ്പുണ്ടാക്കാൻ 1/2 മുറി തേങ്ങ ചിരകിയത്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് നല്ല ജീരകം, 4-5 ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഇത്രയുമാണ് അരപ്പിന് ആവശ്യമായിട്ടുള്ളത്. ഇത് ഒരുപാട് അരഞ്ഞു പോകണ്ട, എന്നാലും തോരനെ കഴിഞ്ഞ് കുറച്ചുകൂടി നന്നായിട്ട് അരയണം. ഇനി ഇതേ കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഈ കറി വെന്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കടുക് വറുത്ത് ചേർക്കുന്ന കൂടെ വറുത്തിടാനായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ വൻപയർ ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം. ഇനി ഈ കഷ്ണത്തിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചേന കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം കൂടി ഉപ്പിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കടുക് വറക്കുമ്പോൾ മൂപ്പിച്ചെടുക്കാനായിട്ട് കുറച്ച് ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. ചേനയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും. അതേ കടുക് വറുത്തതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.